കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന വൈകാരികവും രാഷ്ട്രീയമായ വിഷയവും ഉയർത്തി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തത് സഭയെ യുദ്ധക്കളമാക്കി മാറ്റി. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടത്. സഭയിൽ അരങ്ങേറിയത് കോപ്രായങ്ങളാണെന്നും ബോധപൂർവം കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തി പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ മുഖ്യമന്ത്രി സഭയിൽ പൊളിച്ചടുക്കി. നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം ജനാധിപത്യപരമായ രീതിയിലല്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രതിഷേധ ബാനറുകൾ പിടിച്ച പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങേയറ്റം പ്രകോപനപരമായാണ് പെരുമാറിയത്. ബാനർ കെട്ടി വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ അടിക്കുന്ന ദൃശ്യം എല്ലാവരും കണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയമസഭയുടെ പരമാധികാരിയായ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് അംഗങ്ങൾ ചാടിക്കയറാൻ ശ്രമിച്ചത് സഭയുടെ അന്തസ്സിനെ മുറിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒരംഗം ചാടിക്കയറാൻ ശ്രമിച്ചതിന് പിന്നാലെ മറ്റൊരംഗവും അതേ വഴി പിന്തുടർന്ന് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം പ്രതിപക്ഷത്തിന്റെ വിഷയ ദാരിദ്ര്യത്തെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷം അതിന്റെ ജാളിത്യത മറയ്ക്കാനാണ് സഭയിൽ ബഹളം വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതികളിലെ പൊതുസമൂഹത്തിലോ സ്വകാര്യത ലഭിക്കാത്ത ആരോപണങ്ങൾ സഭയ്ക്കുള്ളിൽ ബഹളം വെച്ച് സ്ഥാപിച്ചെടുക്കാം എന്നത് പ്രതിപക്ഷത്തിന്റെ വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു.